കാര്യങ്ങളാണ് എക്സാം ഹാളിലോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തത്. എന്തൊക്കെയാണെന്ന് വെച്ചാൽ മൊബൈൽ ഫോൺ ഉണ്ടോ, സ്മാർട്ട് വാച്ച് കെട്ടി പോകാൻ പറ്റില്ല, ഒരു കാൽക്കുലേറ്ററും അലോ ചെയ്യില്ല. നിങ്ങൾ എക്സാം ഹാളിൽ പോകുമ്പോൾ ബോൾ പോയിന്റ് പെൻ യൂസ് ചെയ്യുക, ബ്ലൂ ഓർ ബ്ലാക്ക് ബോൾ പോയിന്റ് മാത്രം യൂസ് ചെയ്യുക. വെറും ഒരു മാസം കൊണ്ട് NIOS പരീക്ഷ നിങ്ങൾക്ക് ഉയർന്ന മാർക്കോടെ വിജയിക്കാം. എങ്ങനെയെന്നല്ലേ? അതെ, കുറച്ച് സമയം പഠിക്കാം, കുറച്ച് കാര്യങ്ങൾ മാത്രം പഠിക്കാം. എന്നാൽ പഠിക്കുന്ന കാര്യങ്ങളെല്ലാം എക്സാമിന് വരുന്നതും കൂടി ആയാലോ? ബേസിക് 4 ടോപ്പിക് കണ്ടന്റിലൂടെ എല്ലാ കാര്യങ്ങളും ഈസിയായി ഓർത്തിരിക്കാം. ഒബ്ജക്റ്റീവ് ബാങ്കിലൂടെ ടെക്സ്റ്റ് ബുക്ക് മുഴുവൻ വായിക്കാതെ ഒബ്ജക്റ്റീവ് ചോദ്യങ്ങൾ മാത്രം പഠിക്കാം. ക്വസ്റ്റ്യൻ ആൻസർ സെഷനിലൂടെ കഴിഞ്ഞ 5 വർഷം റിപ്പീറ്റ് ആയി ചോദിച്ച ചോദ്യങ്ങളെല്ലാം കവർ ചെയ്യാം. അവസാനം ഒരു മോഡൽ എക്സാമിലൂടെ പരീക്ഷയുടെ പേടിയും മാറ്റാം. ഇതെല്ലാം ബാസ് ക്രാഷ് കോഴ്സിലൂടെ നിങ്ങൾക്ക് ലഭിക്കും. സോ ബുക്ക് യുവർ സീറ്റ്സ് നൗ. ഹലോ എവരിവൺ, ബാസ് സ്റ്റഡീസിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. NIOS ഏപ്രിൽ 2026 എക്സാം എഴുതാൻ പോകണം. നമുക്ക് നെക്സ്റ്റ് വീക്കിൽ നമ്മുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ നോക്കി നമ്മുടെ ഹോൾ ടിക്കറ്റ് വന്നു. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു എക്സാമിന് പോകുമ്പോൾ നമ്മൾ എന്തൊക്കെ രേഖകളാണ് നമ്മൾ കയ്യിൽ വെക്കേണ്ടത്, ഇതിനെ കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കി. അപ്പോൾ ഒരുപാട് കുട്ടികൾ തന്നെ ചോദിച്ച കാര്യമായിരുന്നു, സാറേ ഈ ഒരു എക്സാം ഹാളിലോട്ട് പോകുമ്പോൾ കാൽക്കുലേറ്റർ കൊണ്ടുപോകാൻ പറ്റുമോ, ബാഗ് എടുക്കാൻ പറ്റുമോ, ഇലക്ട്രോണിക്സ് ഡിവൈസ് കൊണ്ടുപോകാൻ പറ്റുമോ, വാച്ച് സ്മാർട്ട് വാച്ച് കെട്ടാൻ പറ്റുമോ, അതല്ലെങ്കിൽ മൊബൈൽ ഫോൺ എൻ്റർ ചെയ്യാൻ പറ്റുമോ, അങ്ങനെ ഒരുപാട് സംശയങ്ങൾ കുട്ടികൾക്ക് ഉണ്ട്. അപ്പോൾ നമ്മളിതൊരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത് എക്സാം ഹാളിലോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. NIOS ഏപ്രിൽ 2026 എക്സാം രജിസ്റ്റർ ചെയ്ത് പരീക്ഷ എഴുതാൻ പോകുന്ന കുട്ടികൾക്ക്, അതായത് നെക്സ്റ്റ് വീക്കിൽ നമ്മൾ എക്സാം സ്റ്റാർട്ട് ചെയ്യണതിന് മുമ്പായിട്ട് തന്നെ നമുക്ക് വളരെ കുറച്ച് സമയം, അതായത് 1 വീക്ക് കൊണ്ട് തന്നെ നമ്മൾ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ ഈ 1 വീക്ക് മാത്രമേ നമുക്ക് പഠിക്കാൻ സമയമുള്ളൂ. അത് കഴിഞ്ഞ് 2 to 3 വീക്സ് കൊണ്ട് നമ്മൾ എക്സാംസ് ഒക്കെ അവസാനിക്കാൻ പോയത് മെയ് ഒരു ഫസ്റ്റ് വീക്ക് തന്നെ പരീക്ഷകളൊക്കെ തീരും. അപ്പോൾ ഇനി നമ്മൾ മുമ്പിൽ പഠിക്കാൻ വെറും 1 വീക്ക് സമയം, അല്ലെങ്കിൽ മാക്സിമം ഒരു 15 to 20 ദിവസം സമയങ്ങൾ നമുക്ക് ഓരോ സബ്ജക്റ്റുകളും പഠിക്കാനുള്ളൂ. അപ്പോൾ ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പരീക്ഷയ്ക്ക് വരുന്ന കാര്യങ്ങൾ മാത്രം പഠിക്കാൻ പറ്റുള്ളൂ, അല്ലാതെ ഫുൾ ഇരുന്ന് പഠിക്കാനൊന്നും ഇപ്പോൾ സമയമല്ല. അങ്ങനെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പരീക്ഷയ്ക്ക് വരുന്ന കാര്യങ്ങൾ മാത്രം പഠിക്കാൻ വേണ്ടി നമ്മൾ ബാസ് ക്രാഷ് കോഴ്സ് സീസൺ 7 രണ്ടാമത്തെ ബാച്ചിലോട്ടുള്ള അഡ്മിഷൻ ഇപ്പോൾ നടക്കുന്നുണ്ട്. അത് ക്ലോസിംഗ് ആയിട്ടുണ്ട്. അപ്പോൾ ബാസ് ക്രാഷ് കോഴ്സ് ജോയിൻ ചെയ്യുന്ന ആഗ്രഹം കുട്ടികൾ വേഗം തന്നെ താഴെ നമ്മളോട് വിളിച്ച മക്കൾ ഇപ്പം തന്നെ ജോയിൻ ചെയ്തോളൂ. നമ്മുടെ ബാസ് ക്രാഷ് കോഴ്സിൽ നിങ്ങൾക്ക് എക്സാം ഓറിയന്റഡ് ക്ലാസ്സുകളാണ് ലഭിക്കുക. ഈ ഒരു എക്സാമിന് ഇപ്പോൾ 1 വീക്കിൽ നിങ്ങൾക്ക് തുടങ്ങാൻ പോകുന്ന എക്സാമിനായിക്കോട്ടെ, 2 വീക്കിൽ തുടങ്ങുന്ന എക്സാം ഏതായിക്കോട്ടെ, നിങ്ങൾക്ക് ഇന്ന് തൊട്ട് പ്രിപ്പയർ ചെയ്താൽ തന്നെ 100 മാർക്ക് നേടാൻ പറ്റുന്ന രീതിയിൽ കണ്ടന്റുകൾ നമ്മുടെ ബാസ് ക്രാഷ് കോഴ്സിൽ അവൈലബിൾ ആണ്. അതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ നമ്മളതിൽ ഒബ്ജക്റ്റീവ് ബാങ്ക് Q&A സെഷൻ കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് എക്സാം ഹാളിൽ പോയാലും നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാം. എക്സാം എഴുതുന്നത് ഞങ്ങൾ ഹാളിലോട്ട് എക്സാം ഹാളിന്റെ ഉള്ളിലോട്ട് കയറുന്നത് വരെ നിങ്ങൾക്ക് നമ്മുടെ കണ്ടന്റ് റെഫർ ചെയ്യാം. അപ്പോൾ ഒബ്ജക്റ്റീവ് ബാങ്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ ക്വസ്റ്റ്യൻസ് ഒന്നും ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് വായിച്ചൊക്കെ നേരം ഉണ്ടാവില്ല. അപ്പോൾ അതിൽ നമ്മളൊരു 50-60 ചോദ്യം കൊടുത്തിട്ടുണ്ടാവും. അത് വീണ്ടും നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. മാത്രമല്ല അതിന്റെ ക്ലാസ്സുകൾ അതിൽ അവൈലബിൾ ആണ്. അതല്ലാതെ Q&A പരീക്ഷയ്ക്ക് വരുന്ന റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസേഴ്സും അത് നമുക്ക് അവൈലബിൾ. അപ്പോൾ നമുക്ക് അവസാന ഘട്ടമൊക്കെ ഒന്ന് റിവൈസ് ചെയ്യാനൊക്കെ നമ്മുടെ ഒബ്ജക്റ്റീവ് ബാങ്ക് Q&A മാത്രം കയ്യിലുണ്ടായാൽ തന്നെ നമുക്കത് റെഫർ ചെയ്യാൻ പറ്റും. എല്ലാ പ്രാവശ്യം നമ്മൾ കുട്ടികൾ ഇത് വെച്ചിട്ടാണ് നല്ല മാർക്കോട് വിജയിച്ചു പോരുന്നത്. അപ്പോൾ നിങ്ങൾക്കും അത് യൂട്ടിലൈസ് ചെയ്യാം. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ബേസിക് 4 ടോപ്പിക്സിന്റെ ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. അത് ഓരോ ചാപ്റ്ററും ഫുൾ ആയിട്ട് പഠിക്കാതെ പരീക്ഷയ്ക്ക് വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 4 കണ്ടന്റുകൾ 4 ടോപ്പിക് കണ്ടന്റുകളാക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. അത് മാത്രം നമുക്ക് ഫോക്കസ് ചെയ്താൽ തന്നെ നല്ല രീതിയിൽ നമുക്ക് Q&A എഴുതാൻ പറ്റും. അല്ലെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്റ്റീവ് സെഷനോ സബ്ജക്റ്റ് സെഷൻസ് ഒക്കെ നല്ല രീതിയിൽ മാർക്കോട് കൂടിയിട്ട് നമുക്ക് വിജയിക്കാൻ പറ്റുമെന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ വെറുതെ ഫുൾ ഇരുന്ന് പഠിക്കുക എന്നുള്ളത് നമുക്ക് ഇനി സമയമില്ല എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ പഠിക്കണേന്ന് തെറ്റൊന്നുമില്ല, പഠിക്കണത് എപ്പോഴും നല്ല തന്നെയാണ്. പക്ഷേ ഈ അടുത്ത ആഴ്ച തുടങ്ങാൻ പോകുന്ന എക്സാമിന് ഇന്ന് പഠിക്കാൻ തുടങ്ങിയിട്ടുള്ള കാര്യമില്ല. സോ ഇപ്പോൾ നമുക്ക് നടക്കേണ്ടത് റിവിഷനാണ്. ആ റിവിഷൻ നമ്മൾ ഒരു ക്രാഷ് രൂപത്തിൽ കൊടുക്കുന്നത്. സോ എക്സാമിന് വേണ്ട കാര്യങ്ങൾ ഇപ്പോൾ ഒന്നും പഠിക്കാത്തൊരു കുട്ടിയാണെങ്കിൽ പോലും ഈ ക്രാഷ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല മാർക്കോട് വിജയിക്കാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ ബാസ് ക്രാഷ് കോഴ്സ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള താഴെ നമ്മൾ വിളിച്ച മക്കൾ എപ്പോൾ തന്നെ നിങ്ങളുടെ സീറ്റ് ബുക്ക് ചെയ്തോളൂ. ക്ലോസിംഗ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീഡിയോയോട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു എക്സാമിനേഷൻ കൊണ്ടുപോകാൻ പറ്റാത്ത രേഖകൾ എന്തൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എക്സാം ഹാളിലോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന നമ്പർ 1 ഡോക്യുമെന്റ് എന്ന് പറയുന്നത് മൊബൈൽ ഫോൺ ആണ്. മൊബൈൽ ഫോൺ എൻട്രി ചെയ്യിപ്പിക്കില്ല. ഓക്കെ, ഒരു സ്മാർട്ട് ഫോൺ ഒരു ഡിവൈസും നമുക്ക് അതിൻ്റെ ഉള്ളിലോട്ട് എൻട്രി ചെയ്യിപ്പിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സ്മാർട്ട് ഫോൺ അല്ലെങ്കിൽ മൊബൈൽ ഫോൺസ് ഒന്നും നിങ്ങൾക്ക് നിങ്ങളുടെ എക്സാം ഹാളിലോട്ട് എൻട്രി ചെയ്യിപ്പിക്കാൻ പറ്റും എന്നുള്ളത് നിങ്ങൾ വിചാരിക്കേണ്ട. സോ അതുകൊണ്ട് അത് നമുക്ക് സാധിക്കില്ല എന്നാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് വീഡിയോയിൽ പറഞ്ഞിരുന്നു, നിങ്ങൾ ഈ ഹാൾ ടിക്കറ്റും ID കാർഡൊക്കെ മൊബൈൽ ഫോണിൽ കാണിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ മൊബൈൽ ഫോൺ ഇതിലോട്ട് എൻട്രി ചെയ്യിപ്പിക്കില്ല, പിന്നെ അങ്ങനെ കാണിച്ചു കൊടുക്കുന്നതാണ്. സോ നമുക്ക് മൊബൈൽ ഫോൺസ് കയറ്റാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ എക്സാം ഹാളിലോട്ട് പോകുമ്പോൾ നിങ്ങൾ പുറത്ത് ബാഗിൽ ഇതെല്ലാം വെച്ചിട്ട് വേണം ഉള്ളിലോട്ട് കയറാൻ എന്നുള്ളത്. നമ്പർ 2 കാൽക്കുലേറ്റേഴ്സ് ആണ്. അപ്പോൾ ഒരുപാട് കുട്ടികൾ ചോദിച്ചു, ഇപ്പോൾ കഴിഞ്ഞൊരു വീഡിയോ പോയപ്പോൾ ചോദിച്ചു, സാർ കാൽക്കുലേറ്റർ അക്കൗണ്ടൻസി കൊമേഴ്സത്തെ കുട്ടികൾക്കൊക്കെ കാൽക്കുലേറ്റർ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ആർക്കും കാൽക്കുലേറ്റർ ഉപയോഗിക്കാൻ പറ്റില്ല. NIOS എക്സാമിനേഷൻ കാൽക്കുലേറ്റർ അലോ ചെയ്യുന്നില്ല. സോ നോ സ്റ്റുഡൻസ് ആർ അലോ ടു യൂസ് കാൽക്കുലേറ്റർ ഇൻസൈഡ് ദ എക്സാമിനേഷൻ ഹാൾ. എക്സാമിനേഷൻ ഹാളിൻ്റെ ഉള്ളിൽ ഒരാളും എന്തില്ല കാൽക്കുലേറ്റേഴ്സ് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പം മാത്സ് പരീക്ഷ എഴുതുന്ന കുട്ടികൾ, അക്കൗണ്ടൻസി പരീക്ഷ എഴുതുന്ന കുട്ടികൾ, ഫിസിക്സ് എഴുതുന്ന കുട്ടികൾ, എക്കണോമിക്സ് എഴുതുന്ന കുട്ടികൾ, ഇങ്ങനെയുള്ള മാത്സ് കണക്ക് വരുന്ന പരീക്ഷ എഴുതാൻ പോണ കുട്ടികൾ കണക്ക് കൂട്ടാൻ
കാൽക്കുലേറ്റർ ഉപയോഗിക്കാൻ പറ്റില്ല. അത് നമ്മളെ മനസ്സിൽ തന്നെ കൂട്ടേണ്ട അവസ്ഥയാണ്. സോ കാൽക്കുലേറ്റർ ഈസ് നോട്ട് അലൗഡ്. അപ്പോൾ കാൽക്കുലേറ്റർ അലോ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ മാൻഡറ്ററി ശ്രദ്ധിക്കുക, കാൽക്കുലേറ്റർ നമുക്ക് ഉള്ളിലോട്ട് കയറ്റാൻ പറ്റില്ല. നമ്പർ 3 സ്മാർട്ട് വാച്ചസ്. ഓക്കെ, പരീക്ഷകളിലോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് സമയമൊക്കെ നോക്കണമല്ലോ. അപ്പോൾ വാച്ച് കിട്ടുന്ന സർവ്വം സാധാരണമാണല്ലോ. അപ്പോൾ നമ്മളിപ്പോൾ 90% കുട്ടികൾ ഇപ്പോൾ വാച്ച് അറിയുമ്പോൾ ഇങ്ങനത്തെ വാച്ചൊന്നും ഇപ്പോൾ കിട്ടില്ല, ഒക്കെ സ്മാർട്ട് വാച്ചാണ് കിട്ടുക. എന്നാൽ ആ സ്മാർട്ട് വാച്ച് നമുക്ക് അതിൻ്റെ ഉള്ളിലോട്ട് എൻ്റർ ചെയ്യാൻ പറ്റില്ല. കാരണം സ്മാർട്ട് വാച്ചിൻ്റെ ഉള്ളിൽ വാട്സപ്പ് ഉണ്ട്, ഡോക്യുമെൻ്റ് ഒക്കെ നമുക്ക് എല്ലാം കോപ്പി അടിക്കാൻ പറ്റും. സാങ്കേതികത ഉള്ളതെന്നുള്ളതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അവർ എൻ്റർ ചെയ്യിപ്പിക്കില്ല. അപ്പോൾ നിങ്ങൾക്ക് വാച്ച് കെട്ട, ഇങ്ങനെയുള്ള സൂചിയൊക്കെയുള്ള വാച്ചാണെങ്കിൽ കെട്ട, അനലോഗ് വാച്ചസ് നിങ്ങൾക്ക് കെട്ട ഒരു കുഴപ്പമില്ല. പക്ഷേ മക്കളെങ്കിലും ശ്രദ്ധിക്കണം എന്ന് വെച്ചാൽ സ്മാർട്ട് വാച്ച് കിട്ടി പോകരുത്. കാരണം എക്സാം ഹാളിൽ പോകുമ്പോൾ നമുക്ക് ഈ എക്സാമിൻ്റെ ടൈമൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ എത്ര സമയമായി എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് എല്ലാ എക്സാം ഹാളിലും ചിലപ്പോൾ വർക്കിംഗ് ക്ലോക്ക് ഒന്നും ഉണ്ടായിക്കോണം നിർബന്ധമല്ല. അപ്പോൾ നിങ്ങൾ മറ്റ് ടീച്ചറോടൊക്കെ ചോദിക്കണം സമയത്തരെന്നൊക്കെ ചോദിക്കേണ്ട അവസ്ഥയാണ്. പക്ഷേ നിങ്ങൾ വാച്ച് കെട്ടണമെങ്കിൽ സ്മാർട്ട് വാച്ച് ഒഴിവാക്കുക. എക്സാം ഹാളിൽ പോകുമ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ ഒരു വാച്ച് കെട്ടിയിട്ട് വേണം പോകാൻ. സോ സ്മാർട്ട് വാച്ചസ് ആർ നോട്ട് അലൗഡ്. ഓക്കെ, അപ്പോൾ സ്മാർട്ട് ഡിവൈസസും നമുക്ക് അലൗഡ് അല്ല. പിന്നെ ഒരു ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സും അതിൻ്റെ ഉള്ളിലോട്ട് കടത്തില്ല. ഒരു ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് ആണ് നിങ്ങളിപ്പോൾ പരീക്ഷകളിലോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്ന ഒരു ഇലക്ട്രോണിക് ആയി ബന്ധപ്പെട്ടുള്ള ഒരു ഡിവൈസസും അതിൻ്റെ ഉള്ളിലോട്ട് അവർ എൻട്രി ചെയ്യിപ്പിക്കില്ല എന്നാണ് പറയുന്നത്. അതല്ലാതെ നമുക്ക് ബാഗുകളും കയറ്റാനില്ല. ബാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ബോയ്സ് എന്തെങ്കിലും ഹാൻഡ് ബാഗ് ഉണ്ടെങ്കിൽ അത് നമുക്ക് കയറാൻ പറ്റില്ല. അതല്ലാതെ പെൺകുട്ടികളും തന്നെ ചിലപ്പോൾ ചെറിയ ഹാൻഡ് ബാഗ് ഇങ്ങനെ വാലറ്റ് പോലെയൊക്കെ കയ്യിൽ വെക്കുന്നുണ്ട്. അപ്പോൾ അതൊന്നും അതിൻ്റെ ഉള്ളിലോട്ട് എൻട്രി ചെയ്യിപ്പിക്കില്ല. സോ നിങ്ങളതൊക്കെ പുറത്ത് വെച്ചിട്ട് വേണ്ടി വരും എക്സാമുകളിലോട്ട് കയറാൻ. സോ ഈ പറഞ്ഞ ഡിവൈസസ് ഒന്നും നമുക്ക്, ഈ പറഞ്ഞ ഇൻസ്ട്രുമെന്റ്സ്, ഈ പറഞ്ഞ അപ്ലയൻസസ് ഒന്നും, ഈ പറഞ്ഞ ഒരു വസ്തുക്കളും നമുക്ക് എന്ത് ചെയ്യില്ല, നമ്മുടെ എക്സാമുകളിലോട്ട് അലോ ചെയ്യുന്നില്ല. ഇതല്ലാതെ ഒരു കാര്യം ഞാൻ പറയുന്ന ഒരു കാര്യം, ഇത് NUS പറയുന്നില്ല, ഇതൊക്കെയാണ് NUS പറയുന്നതെങ്കിൽ ഞാൻ പറയുന്നു ജെൽ പെന്നും കൂടി എൻ്റർ ചെയ്യിക്കരുത് എന്നുള്ളതാണ്. ജെൽ പെന്ന് കയറ്റാൻ പറ്റില്ല എന്ന് ആരും പറയില്ല. ജെൽ പെന്ന് കയറ്റാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഞാൻ എൻ്റെ കുട്ടികൾ പറയാൻ നോട്ട് അലൗഡ് ആണ്. നിങ്ങൾ പരീക്ഷ എഴുതുമ്പോൾ ജെൽ പെന്നുകൊണ്ട് എഴുതരുത്. കാരണം നിങ്ങൾ അതിൽ എഴുതി കഴിഞ്ഞാൽ അഥവാ നിങ്ങളുടെ കയ്യിൽ തന്നെ ഒരു 3 മണിക്കൂറൊക്കെ എഴുതുമ്പോൾ വിയർപ്പൊക്കെ വന്നു കഴിഞ്ഞാൽ അത് തട്ടിയിട്ടൊക്കെ ക്വസ്റ്റ്യൻസ് ഒക്കെ ആകെ സ്പ്രെഡ് ചെയ്ത് ആൻസർ ഷീറ്റ് ആകെ വൃത്തിയിടാവാം. സോ ഒന്ന് നിങ്ങൾക്ക് റിസ്ക് അവിടെ ഉണ്ട്. അതല്ലാതെ നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഈ ആൻസർ ഷീറ്റ് എഴുതിയാലും ഇത് പല ആളുകൾ ഇത് വാലിഡേറ്റ് ചെയ്യുമ്പോൾ അവിടുന്ന് എവിടുന്നേലൊക്കെ വെള്ളത്തിന് ചെറിയ തുള്ളി ജലാംശമൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ പേപ്പർ ഫുള്ള് സ്പ്രെഡായി പോകും. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് അവിടെ മാർക്ക് നഷ്ടപ്പെട്ടുള്ള കാര്യമുള്ളതുകൊണ്ട് തന്നെ നിങ്ങൾ എക്സാമുകളിൽ പോകുമ്പോൾ ബോൾ പോയിന്റ് പെൻ യൂസ് ചെയ്യുക. ബ്ലൂ ഓർ ബ്ലാക്ക് ബോൾ പോയിന്റ് മാത്രം യൂസ് ചെയ്യുക. അത് മാത്രം കൊണ്ടുപോകുക. ജെൽ പെന്ന് അലൗഡ് അല്ല. അപ്പോൾ ഞാൻ ഈ NUSന്റെ ഈ ഇൻസ്ട്രക്ഷൻ ലിസ്റ്റിൽ തന്നെ ഞാൻ ഈ പറഞ്ഞ ജെൽ പെൻ കൂടി ആഡ് ചെയ്ത് നിങ്ങൾ മറക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കൊണ്ടുവരുത്. പരീക്ഷയ്ക്ക് എഴുതാനുള്ള പെന്ന് ബ്ലൂ ഓർ ബ്ലാക്ക് തന്നെ ഉപയോഗിക്കാം. മറ്റുള്ള റെഡും നീലയും പച്ചയും ഗ്രീനൊന്നും ഉപയോഗിക്കാതിരിക്കുക. സോ ബ്ലാക്ക് ഓർ ബ്ലൂ തന്നെയാണ് നിങ്ങൾക്ക് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കളർ. അത് പോയിന്റ് പെൻ തന്നെ, അതായത് ബോൾ പെൻ തന്നെ യൂസ് ചെയ്യുക. ജെല്ലുകൾ ഉപയോഗിക്കരുത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എക്സാം ഹാളിലോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തത്. എന്തൊക്കെയാണെന്ന് വെച്ചാൽ മൊബൈൽ ഫോൺ ഉണ്ടാവില്ല, സ്മാർട്ട് വാച്ച് കെട്ടിപ്പോകാൻ പറ്റില്ല. അതുപോലെ തന്നെ നമുക്ക് ഒരു കാൽക്കുലേറ്ററും അലോ ചെയ്യില്ല. അതുപോലെ തന്നെ നമുക്ക് ബാഗുകൾ ഉള്ളിലോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ഒരു ഡിവൈസസും ഇലക്ട്രോണിക് ആയിട്ടുള്ളത് നമുക്ക് ഉള്ളിലോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് പെന്നും പെൻസിൽ റബ്ബറൊക്കെ മാത്രമേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഡിവൈസസ് ഒന്നും അലൗഡ് അല്ല എന്നുള്ള കാര്യം മറക്കാം. ഇനി ഇതല്ലാതെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും സംശയങ്ങൾ കൊണ്ടുപോകാൻ പറ്റുമെന്ന് ചോദിക്കണം. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെയൊക്കെ പറയുമ്പോൾ കുട്ടികൾ സാർ അത് പറ്റുമോ ഇത് പറ്റുമോ എൻ്റെ കുട്ടികൾ ചോദിക്കാറുണ്ട്. സോ നിങ്ങൾക്ക് ചോദിക്കാം, നിങ്ങൾക്ക് ഏതെങ്കിലും ഡിവൈസിനെ കുറിച്ച് അറിയണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്നതാണോ അല്ലെന്ന് അറിയുന്നുണ്ടെങ്കിൽ ഈ വീഡിയോത്തെ കമന്റ് ചെയ്ത് ചോദിച്ചാൽ ഞാൻ റിപ്ലൈ തരാം. അപ്പോൾ മറക്കേണ്ട ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും എന്തായാലും നിങ്ങൾ എക്സാമിലോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കും. ഇനി അഥവാ കൊണ്ടുപോകണമെങ്കിൽ അതൊക്കെ പുറത്ത് വെച്ചിട്ട് ബാഗൊക്കെ പുറത്ത് വെച്ചിട്ട് ഉള്ളിലോട്ട് കയറാം. ഓക്കെ, അപ്പോൾ മറക്കേണ്ട നമ്മുടെ ബാസ് ക്രാഷ് കോഴ്സ് സീസൺസ് ആണെങ്കിൽ 2ാമത്തെ ബാച്ചിന്റെ അഡ്മിഷൻ ഇപ്പോൾ നടന്നുകൊണ്ട് ക്ലോസിംഗ് ആയിട്ടുണ്ട് ബാച്ച്. അപ്പോൾ നമുക്ക് ക്രാഷ് കോഴ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയുണ്ടാവും ഈ ഒരു എക്സാം അടുത്തു. ഇനിയിപ്പോൾ നമുക്ക് ഒരു പരീക്ഷയ്ക്ക് വരുന്ന കാര്യങ്ങൾ മാത്രം പഠിക്കാനുള്ള സമയമുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ക്രാഷ് കോഴ്സിൽ ലഭിക്കും. ആ ക്രാഷിൽ കൊടുക്കുന്ന കണ്ടന്റ് മാത്രം ഇനിയിപ്പോൾ പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് നല്ല മാർക്കോട് വിജയിക്കാൻ പറ്റും. അപ്പോൾ ബാസ് ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹമുള്ള വേഗം തന്നെ താഴെ നമ്മൾ വിളിച്ച് മക്കളെ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്തോളൂ. അപ്പോൾ നിങ്ങൾ ഒരു സബ്ജക്ട് എടുക്കുകയാണെങ്കിൽ അടുത്തടുത്ത് വരുന്ന സബ്ജക്ട് ഏതാണ് നിങ്ങൾ പരീക്ഷ ആദ്യം തന്നെ എടുത്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് അത് ഓക്കെ ആണെങ്കിൽ ബാക്കിയുള്ള സബ്ജക്റ്റുകൾ നിങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ആഡ് ചെയ്യാൻ പറ്റും. ബാസ് ക്രാഷ് കോഴ്സ് സീസൺ 7ന്റെ 2ാമത്തെ ബാച്ചിന്റെ അഡ്മിഷൻ ക്ലോസിംഗ് ആയിട്ടുണ്ട്. അപ്പോൾ വേഗം തന്നെ താഴെ നമ്മളോട് വിളിച്ച് നിങ്ങളെ സീറ്റ് ബുക്ക് ചെയ്യുക. അതൊരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും. വീഡിയോ വീണ്ടും കാണാം. അതുവരെയും താങ്ക് യു.